السلام عليكم ورحمة الله تعالى وبركاته. ജീവിതത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും വെച്ചു പുലർത്തുന്ന മനുഷ്യകുലത്തിന് യഥാർത്ഥ പന്ഥാവാണ് ഉമ്മറപ്പടി. മനുഷ്യന്റെ നാനാ ചിന്തകളിലും കടന്നു കയറിയ പ്രതീക്ഷയും പ്രത്യാശയും നിരാശയും ചേർന്ന് വായിക്കാൻ സാധിക്കുന്ന രൂപത്തിലാണ് ദൈവതമ്പുരാൻ ഉമ്മറപ്പടിയെ ഒരു വാക്കായി സൃഷ്ടിച്ച് കൊണ്ടുവരുന്നത്. ഭാവങ്ങളേറിയ ഉമ്മറപ്പടി. ഈ നേരവും കടന്നു പോകുമാറെങ്കിലും പാഠപുസ്തകമായി വർദ്ധിച്ചു പോന്നു നീ. വിരഹകാവ്യങ്ങളും കാത്തിരിപ്പിൻ മൃദു ഭാവവുമേകിയ നിൻ പ്രപഞ്ചം. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കല്പ ഘട്ടങ്ങളാണ് ഒരാൾക്ക് പ്രചോദനം നൽകുക എന്നുള്ളത്. ഒരാൾക്ക് പ്രചോദനം നൽകുന്നതിലുപരി ഉമ്മറപ്പടി എന്നുള്ള വാക്ക് ബീർബലിന്റെ ഈ നേരവും കടന്നു പോകുമെന്ന പ്രചോദനം നൽകുന്ന വാക്കിനപ്പുറം മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ചെറുപാഠപുസ്തകങ്ങളിലും ചെറുപ്രായ പാഠപുസ്തകങ്ങളിലും ഉത്ഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. അതിനെല്ലാം സാക്ഷിയായി ആ ഉമ്മറപ്പടി എന്നും നിലനിന്ന് പോകുന്നു. ഭാവങ്ങളേറിയ പ്രപഞ്ചം വരുന്ന വരികളിലേക്കുള്ള സൂചനയാണ്. വ്യത്യസ്ത ഭാവങ്ങൾ, പ്രത്യാശയും പ്രതീക്ഷയും നിരാശയും വകവെച്ചു പോകുന്ന ഉമ്മറപ്പടി. അക്ഷരം തെറ്റിയ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമേറിയ നിൻ കരങ്ങളെത്ര മൂല്യം. അക്ഷരം തെറ്റിയ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമേകിയ നിൻ കരങ്ങളെത്ര മൂല്യം. വലഞ്ഞു മരിക്കുന്ന വിശന്ന് വലഞ്ഞു മരിക്കുന്ന ഖാസ കുഞ്ഞുങ്ങൾക്ക് റഫാദിർത്തിയിലൂടെ ഒരു കിനാവ് നൽകുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന റാഫ അതിർത്തിയെ ഒരു ഉമ്മറപ്പടിയായിട്ട് ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ്. ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു ഉമ്മറപ്പടിയായി സേവിക്കാൻ നിനക്ക് എത്ര ഭാഗ്യം ലഭിച്ചു. നിന്റെ മൂല്യം എത്രയാണ്. പൂമുഖവാതിൽക്കൽ സ്നേഹം തുളുമ്പുന്ന പൂന്തിങ്കളാം ഭാര്യ നീയെങ്കിലും വിരഹം പേറിയ നവമിഥുനമാം കുരുവികൾക്ക് നീരുറവ വറ്റാത്ത പ്രതീക്ഷയും നീയേ. ദാമ്പത്യ മനഃശാസ്ത്ര ഘടകങ്ങളിൽ ഭാര്യയും ഭർത്താവും എത്രത്തോളം സ്നേഹം പുലർത്തുന്നു അത്രത്തോളം ആ ബന്ധങ്ങൾ കൂട്ടിയോജിക്കപ്പെടുമെന്നാണ് മനഃശാസ്ത്രങ്ങൾ പറയപ്പെടുന്നത്. പണി കഴിഞ്ഞ് വന്ന തന്റെ ഭർത്താവിനെ നിറപുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന ഭാര്യയായിട്ടാണ് ഇവിടെ ഉമ്മറപ്പടിയെ പ്രതിഷ്ഠിക്കുന്നത്. കേരള സംസ്കാരത്തിൽ പ്രത്യേകിച്ച് മാപ്പിള സംസ്കാരത്തിൽ വൈവാഹിക ജീവിതം തുടങ്ങുന്നതിനൊപ്പം പ്രവാസ ജീവിതം തുടങ്ങുന്ന പല യുവാക്കളും നമുക്കിടയിൽ കടന്നു പോകുന്നു. അവർക്കെല്ലാം പ്രതീക്ഷയുടെ കിരണങ്ങളായി വർദ്ധിച്ചു പോകുന്ന ഉമ്മറപ്പടി. അവരുടെ മൂല്യം അല്ലെങ്കിൽ അതിന്റെ മൂല്യം എത്രയോ വലുതാണ്. പ്രതീക്ഷകളും പ്രത്യാശകളും നൽകുന്ന ഉമ്മറപ്പടി. ഭാര്യ ഭർത്തൃ ജീവിതങ്ങളിൽ മനഃശാസ്ത്രങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ഇതിന്റെ ഭാവനകളും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായി മാറുന്നു. അത്തറിൻ ഗന്ധമേകിയ കത്തറും നിത്യത്തൊഴിയുടെ മസാറകളും. അത്തറിൻ ഗന്ധമേകിയ കത്തറും നിത്യത്തൊഴിയുടെ മസാറയും. പ്രവാസ ജീവിതത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ബർമ്മയ്ക്ക് ശേഷം പിന്നീട് സിലോണും പിന്നീട് ഗൾഫ് രാഷ്ട്രങ്ങളുമായിരുന്നു മലയാളികൾ തെരഞ്ഞെടുത്തിരുന്നത്. അത്തറിന്റെ മണമുള്ള രാജ്യമായ ഖത്തറിലേക്ക് കൂടേറുമ്പോൾ
അഥവാ ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് മലയാളികൾ ചേക്കേറുമ്പോൾ യാതനകളേറിയ മസറകളിലേക്കും അവർ കൂടേറിയിരുന്നു. എങ്കിലും തിരിവില്ലാത്ത ഭാവനകളായി അവർ സംയോജിച്ചു പോകും. ആ ഭാവനകൾ സംയോജിക്കുന്നത് ഹൃദയമെന്നൊരു മാധ്യമത്തിലേക്കാണ്. അവരെല്ലാം ഇരുകൈകളും നീട്ടി സ്വീകരിക്കുന്ന മുസ്ലിസ് എന്ന പഴയ പട്ടണം. ഇതിലേക്കെല്ലാം ഉമ്മറപ്പടി വലിയ ചരിത്ര ഭാരങ്ങൾ പേറുന്നുണ്ട്. ചരിത്രത്തിൽ പ്രതീക്ഷയുടെ ഭാരങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾക്ക് വലിയ വകവെക്കുന്നുണ്ട് ഉമ്മറപ്പടി. ഞാനില്ല നീയില്ല നമ്മളൊന്നാക്കിയ പാനപാത്രമാധിതയനോ നീ. ഞാനില്ല നീയില്ല നമ്മളൊന്നാക്കിയ പാനപാത്രമാധിതയനോ നീ. പണ്ട് അറേബ്യയിൽ നിന്നും പേർഷ്യയിൽ നിന്നും സിലോണിൽ കച്ചവടക്കാർ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് നമുക്ക് ചരിത്രങ്ങളിലൂടെ വായിക്കാൻ സാധിക്കും. അവരെയെല്ലാം അതിഥികളെ പോലെ സൽക്കരിച്ച് ഒരു ആതിഥേയത്തിന്റെ പാനപാത്രങ്ങൾ തുറന്നു കൊടുത്താണ് മലയാളികൾ അല്ലെങ്കിൽ കേരളക്കാർ അവരെ സ്വീകരിച്ചത്. അതിനെല്ലാം ഉമ്മറപ്പടികൾ സാക്ഷിയാണ്. ആ പാനപാത്രങ്ങൾക്കും ഉമ്മറപ്പടികൾ സാക്ഷിയാണ്. നിന്റെ മൂല്യം എത്രയോ വലുതാണ്. സുമുദൻ വഞ്ചിതൻ കാളരാത്രിയോ നീ. സുമുദിൻ വഞ്ചിതൻ കാളരാത്രിയോ നീ. സത്യമിത്യങ്ങളിൽ ആരു നീ. സത്യമിത്യങ്ങളിൽ ആരു നീ. 2011 അല്ലെങ്കിൽ 9-11 കാലഘട്ടങ്ങളിൽ നടക്കുന്ന സുമുദ് ഫ്ലോട്ടില ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് ഗസയിലേക്ക് എത്തുന്ന പ്രതീക്ഷകളും പ്രത്യാശകളും പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നടത്തുന്ന അവരിലേക്ക് നടത്തുന്ന ഭക്ഷണ പൊതികളും അതെല്ലാം പ്രതീക്ഷയുടെ കിരണങ്ങളാണ്. കിരണങ്ങൾക്കപ്പുറം പ്രത്യാശകളാണ്. സത്യമിത്യങ്ങളിൽ ആര് നീ. കവി ചോദിക്കുകയാണ്, സത്യത്തിൽ നീ ആരാണ്? പ്രതീക്ഷയാണോ, പ്രത്യാശയാണോ, നിരാശയാണോ? ഇനിയും പ്രതീക്ഷകൾക്ക് വകവെക്കുന്ന ഉമ്രപ്പടി ഭാവങ്ങൾക്ക് അതീതമായി സഞ്ചരിക്കുന്നു.